കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി വണ്ണപ്പുറം മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം പുലർച്ചെ 3:30-ക്കാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ഖബറടക്കത്തിന് ശേഷം ജനകീയ കൂട്ടായ്മ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വണ്ണപ്പുറം പഞ്ചായത്തിൽ 3 മുന്നണികളും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ 3:30-നാണ് കാട്ടാനക്കലിയിൽ ജീവിതം നഷ്ടമായ അമറിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ ഖബറടക്കം പൂർത്തിയാക്കുന്നതുവരെ ഒരു നാടൊന്നാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തി. അതിർത്തി തിരിച്ച ന്യായീകരണം കണ്ടെത്തുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മനുഷ്യർക്കൊപ്പം നിൽക്കാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് ഉറപ്പാണ്. വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു അമറിന്റെ വീട്ടിലും ഖബറടക്കം നടന്ന ജുമാ മസ്ജിദിലും ഉണ്ടായത്. പിതാവും മാതാവും സഹോദരിയും അടങ്ങുന്ന ചെറുകുടുംബത്തിന്റെ കൈത്താങ്ങ് കൂടിയാണ് നഷ്ടമായത്. മണി മുതൽ വീട്ടിലേക്ക് പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം നിരവധി പേർ അമറിനെ ഒരു നോക്ക് കാണാനെത്തി. മുള്ളരിങ്ങാട് കാട്ടാനശല്യം ഒഴിവാക്കാൻ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും പ്രദേശത്ത് RRT ടീമിന്റെ സേവനം ലഭ്യമാക്കുമെന്നും അമറിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ബാക്കി നൽകേണ്ട നഷ്ടപരിഹാര തുക 6 ലക്ഷം രൂപ ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. മുള്ളരിങ്ങാട് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കണമെന്നും ഇടുക്കി സബ് കളക്ടറും കോതമംഗലം DFOയും ചേർന്ന് നടത്തിയ ചർച്ചകൾക്ക് ഉടൻ ഫലം ഉണ്ടാകണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു വീണത്. ഇതൊരു താക്കീതായി നിങ്ങൾ കരുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയല്ല. വലിയ വിപ്ലവമായി ഇത് മാറും. ഇതുപോലെ ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കാൻ ഫെൻസിംഗും ട്രഞ്ച് കുഴിക്കുന്ന നടപടികളും ഉടൻ സ്വീകരിക്കണമെന്ന് തൊടുപുഴ MLA PJ ജോസഫ് പറഞ്ഞു. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അതിനുള്ള മാർഗം ഫെൻസിങ്ങും ട്രഞ്ചും ഉണ്ടാവണം. അടിയന്തരമായ പണികൾ തുടങ്ങണം, പൂർത്തിയാകണം. ഖബറടക്കത്തിനു ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജനകീയ കൂട്ടായ്മയും ചേർന്ന് മുള്ളരിങ്ങാട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാട്ടാന ആക്രമണങ്ങൾ തടയാൻ കാലോചിതമായ മാറ്റം നിയമങ്ങളിൽ ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു. ആനയെ തളച്ചിടാൻ വേണ്ടിയുള്ള ഒരു തരം പ്രതിരോധ മാർഗവുമില്ല. ഒരു ഫെൻസിങ്ങും അതിന് ഫലം ചെയ്യില്ല. അപ്പോൾ ഇത് ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരെ കൂടുതലായി ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കണം. അതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അമറിന്റെ സുഹൃത്ത് മൻസൂർ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മലയോര മേഖലയിലും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലുമായി കഴിഞ്ഞ ഒരാഴ്ച നഷ്ടപ്പെട്ടത് 3 ജീവനുകളാണ്. ഇടുക്കി ജില്ലയിലെ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 7 പേരുടെ ജീവനാണ് കാട്ടാന കവർന്നത്. വരാനിരിക്കുന്നത് വരൾച്ചയുടെ കാലമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ കണക്കുകൾ ഭീതിജനകമായ വിധം വർദ്ധിക്കും. റിപ്പോർട്ടർ ആസിഫ് മുഹമ്മദിനും ക്യാമറമാൻമാരായ MN നിതീഷിനും അരുൺ നമ്പ്യാർക്കുമൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.